ഹായ് ആൾ അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അധികം ആരും ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒപ്പം ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കടലമാവ് വെച്ചിട്ടാണ് കേട്ടോ. കടലമാവ് ഞാനിപ്പോൾ ഇതിനൊക്കെ വേണ്ടി എടുത്തിരിക്കുന്നത് 1 കപ്പ് കടലമാവാണ്. അപ്പോൾ ഈ 1 കപ്പ് കടലമാവിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയും കടലമാവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് മാവൊന്ന് ലൂസാക്കി എടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നോക്കിയ ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് മാവൊന്ന് ലൂസാക്കി എടുക്കണം. നമുക്ക് മാവൊന്ന് കോരി ഒഴിക്കാൻ പറ്റത്തക്ക ആ ഒരു പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോൾ ഇതേ ഞാൻ മാവ് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കാം. ഇനി വളരെ സിമ്പിളാണ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ കേട്ടോ, വലിയ ജോലിയൊന്നുമില്ല. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ച് ഞാനിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാവരുത്, ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒഴിക്കുമ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ എണ്ണയ്ക്കകത്തുനിന്ന് കോരുന്ന ഈ തവി കാണുമല്ലോ, ആ ഒരു തവി വെച്ചിട്ട് അതിനകത്തേക്ക് മാവൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ആ തവി എണ്ണയുടെ മുകളിൽ പിടിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ഒരു തവി വെച്ച് മാവ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. തവി ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണാപ്പ ആയാലും മതി കേട്ടോ. ഇങ്ങനെ ഹോളുള്ള ഒരു നമ്മൾ അരിക്കുന്ന കണ്ണാപ്പയില്ലേ, അതായാലും മതി. അതിനകത്തൂടെ മാവ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും ഇട്ടേക്കണ്ട, അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ തണുത്തത് കൂട്ടിരുന്നാലും സാരമില്ല, നമ്മൾ കോരി എടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിക്കോളും കേട്ടോ. അപ്പോൾ മൊത്തം ഇതിൽ നിന്ന് എണ്ണയിൽ നിന്ന് ഇതേണൊക്കെ കോരി ഒഴിച്ചിട്ട് ഇങ്ങനെ വറുത്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ പോകാൻ വേണ്ടി ഒന്ന് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ അടുത്ത ട്രിപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് മുഴുവനും നമുക്കിങ്ങനെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഒരുപാട് കട്ടിയൊന്നുമില്ല, അതുകൊണ്ട് അവർക്കൊക്കെ പെട്ടെന്ന് ചവച്ച് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും വീടുകളിലൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കണേ. അപ്പോൾ അത് ഇത്രയും ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പൊട്ടുകടലയാണ് കേട്ടോ. കടല പരിപ്പ് അതൊന്ന് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അതുകൂടി ഒന്ന് വറുത്ത് കോരാം. കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. ഇനി അത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ കടലപ്പരിപ്പ് ഇട്ടിട്ട് അവർക്ക് ചവയ്ക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെ വറുത്ത് കോരി എടുത്താലും മതി. ഇതിപ്പോൾ ഞാൻ കടലപ്പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങളുടെയൊക്കെ സഹായം വേണം കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ ആണ് നമുക്ക് മുമ്പോട്ട് ഇതൊക്കെ ചെയ്യാനൊരു പ്രോത്സാഹനമാവുന്നത് കേട്ടോ. എല്ലാവരും അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ പരിപ്പെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി അതിനകത്തേക്ക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ എല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇതിന് ബൂന്തി എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ ലഡു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് ഇനി വറുത്തെടുത്ത പരിപ്പും കറിവേപ്പിലയും കൂടി അതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. ആ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, നല്ല ക്രിസ്പിനെസ്സാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. മധുരവും എല്ലാം ഉള്ള നല്ലൊരു സ്നാക്കാണ്. അത് കണ്ടില്ലേ, നല്ല നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ പൊടിച്ചാൽ പൊടിഞ്ഞു പോകും, ആ ഒരു രീതിക്കുള്ള സ്നാക്കാണ്. അപ്പം മക്കൾക്കൊക്കെ തിന്നാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. ഇനി പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.